സിദ്ധാർത്ഥിനെ മർദ്ദിക്കാൻ കൂട്ടുനിന്ന സിദ്ധാർത്ഥിനെ മരണത്തിലേക്ക് തള്ളിവിട്ട അക്രമികളായ ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് തുടർച്ചയായി ഈ പറയുന്ന അധ്യാപകരും അതോടൊപ്പം തന്നെ ഡീൻ അടക്കമുള്ളവരും സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. ഈ മരണവിവരം അറിയിക്കാൻ പോലും വൈകി എന്നുള്ളതാണ് പറയുന്നത്. ആ കോളേജിൽ നടന്ന അക്രമ സംഭവങ്ങൾ ഈ സിദ്ധാർത്ഥിന്റെ കുടുംബം അറിയുന്നത് ദിവസങ്ങൾ കഴിഞ്ഞാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇത്ര വ്യാപ്തിയിലാണ് കാര്യങ്ങൾ നടന്നിരുന്നത്. അതിക്രൂരമായ ആക്രമണമാണ് സിദ്ധാർത്ഥിന് നേരെ നടന്നത് തുടങ്ങിയ വിവരങ്ങളെല്ലാം പുറത്തു വരാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസമേ ആയുള്ളൂ. ഇപ്പോൾ മരണം കഴിഞ്ഞ് കുറേ അധികം ദിവസമാകുന്നു. പക്ഷേ അതെല്ലാം മൂടി വെക്കാൻ കൂട്ടുനിന്നത് ഈ അധ്യാപകരും അതോടൊപ്പം തന്നെ ഡീൻ അടക്കമുള്ളവരുമാണ് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നു. അതിനാൽ തന്നെ അവർക്കെതിരെ നടപടി വേണമെന്ന് എല്ലാ കോണുകളിൽ നിന്നും ആവശ്യമുയർന്നതാണ്. പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവരും ഇത്തരം ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തുന്നു. പക്ഷേ ആ ആവശ്യം ഉയരുമ്പോഴും ഒരു ചെറുവിരൽ പോലും അവർക്കെതിരെ അനക്കാൻ ഈ VC തയ്യാറായിരുന്നില്ല. ആർക്കെതിരെയും നടപടി ഉണ്ടായിരുന്നില്ല. രതീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ അധ്യാപകരും അനധ്യാപകരും സെക്യൂരിറ്റി ജീവനക്കാരടക്കമുള്ള മുഴുവൻ ആളുകൾക്കും ഡീൻ അടക്കമുള്ള ആളുകൾക്കെതിരെയൊക്കെ ആരോപണം ഉയരുന്നുണ്ട്. പക്ഷേ ആർക്കെതിരെയും ഒരു നടപടിയും എടുക്കാൻ തയ്യാറാകാതിരുന്ന ഒരു VC ആണ് MR രവീന്ദ്രനാഥ്. ആ രവീന്ദ്രനാഥിനെ തന്നെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ VC ഗവർണർ താൽക്കാലികമായ ചുമതല ചാൻസലർ നൽകുന്നുണ്ടോ? സ്വയമായി ഇനി മറ്റു ക്രമീകരണങ്ങൾ വേണ്ടി വരുമല്ലോ. അങ്ങനെ ക്രമീകരണം വരുമ്പോൾ മറ്റുള്ളവരിലേക്കും നടപടി നീളാനുള്ള സാധ്യതയുമില്ലേ? രതീഷ, നിലവിൽ അതൊന്നും ഗവർണർ പറയുന്നില്ല. ശക്തമായ അന്വേഷണം വേണം. ഈ സംഭവത്തിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് വെളിച്ചത്ത് വരണം. അതിനാൽ തന്നെ ജുഡീഷ്യൽ അന്വേഷണം അടക്കമുള്ളവയെ ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ പ്രാഥമികമായി ചെയ്യാനുള്ള കാര്യമാണ് ചെയ്യുന്നത്. VCയെ പുറത്താക്കുന്നു. VCക്ക് ഇതിൽ വലിയ തോതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന കാര്യം പ്രഖ്യാപിച്ചാണ് ഗവർണർ ഇപ്പോൾ പോയിരിക്കുന്നത്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള പകരം ക്രമീകരണം ഏർപ്പെടുത്തിയ കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായും അവിടെ മറ്റ് ആർക്കെങ്കിലും ചുമതല ഇപ്പോൾ സാധാരണ VC പോകുന്ന സമയത്ത് ചുമതല ക്യാമ്പസുകളിൽ നൽകുന്ന നമ്മൾ കാണുന്നതാണ്, സർവകലാശാലയിൽ നൽകുന്ന കാണുന്നതാണ്. അതുപോലെ മറ്റാർക്കെങ്കിലും തൊട്ടു താഴെയുള്ള പദവിയിലുള്ള ആർക്കെങ്കിലും ചുമതല സ്വാഭാവികമായും ലഭിക്കും. അതിനുശേഷമാകും ഗവർണറുടെ ഭാഗത്തു നിന്ന് മറ്റ് നടപടികൾ. അക്കാര്യം എന്തായാലും ഗവർണർ പകരം ആർക്കും ചുമതല നൽകുന്ന കാര്യത്തിൽ വിശദീകരണം ഗവർണർ നൽകുന്നില്ല. പക്ഷേ VCയെ സസ്പെൻഡ് ചെയ്തു എന്ന തീരുമാനം പ്രഖ്യാപിച്ചാണ് ഗവർണർ ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങി. VC ഡോക്ടർ MR ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്ത തീരുമാനം അതിന് രാഷ്ട്രീയ മാനങ്ങൾ കൂടി ഇനി കൈവരുമല്ലോ. സ്വാഭാവികമായും ഗവർണർ സർക്കാർ പോര്, മുഖ്യമന്ത്രി ഗവർണർ ഏറ്റുമുട്ടൽ, SFIക്കെതിരെ ഗവർണർ സ്വീകരിച്ച നിലപാട്, SFI ഗവർണറോട് സ്വീകരിച്ച നിലപാട്, ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ SFI കുറ്റാരോപിതരായിരിക്കുന്ന ഈ സംഭവത്തിൽ ഗവർണറുടെ കടുത്ത നിലപാട് രാഷ്ട്രീയമായി കൂടി വ്യാഖ്യാനിക്കപ്പെടുമല്ലോ. അമൽ, സർവകലാശാലകളിൽ ഗവർണർ കാവ്യവൽക്കരണത്തിന് ശ്രമം നടത്തുന്നുവെന്നും ഈ സർവകലാശാലകളിലെ VCമാരെ ഗവർണർ പുറത്താക്കുന്നുവെന്നും തൻ്റെ ഇഷ്ടക്കാരെ നിയമിക്കുന്നുവെന്നും തുടങ്ങിയ ആരോപണങ്ങളെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഈ VC നിയമനത്തിൽ ഗവർണറുടെ അധികാരം വെട്ടിച്ചുരുക്കാനുള്ള നടപടിയുമായി പോലും സർക്കാർ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി കൂടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ അത്തരം രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകാൻ സർക്കാരിനോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംവിധാനങ്ങൾക്കോ SFIക്കോ ഒന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ വിഷയം വേറെയാണ്. ഈ വിഷയത്തിൽ കേരളത്തിന്റെ പൊതുമനസാക്ഷിക്കുള്ള നിലപാട് ഈ ഗവർണർ ഈ VCക്കെതിരെ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ ഈ സിദ്ധാർത്ഥിനെ ആക്രമിക്കാൻ കൂട്ടുനിന്ന സിദ്ധാർത്ഥിനെ മരണത്തിലേക്ക് തള്ളിവിട്ട ആളുകൾക്കെതിരെ കടുത്ത നടപടി വേണമെന്നും അവരെ സംരക്ഷിച്ച അധ്യാപകരാണെങ്കിലും അനധ്യാപകരാണെങ്കിലും അവർക്കെതിരെയും നടപടി വേണം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കെതിരെയും നടപടി വേണം എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ പൊതുമനസാക്ഷിയുടെ ആവശ്യം. അതിനാൽ തന്നെ ആ ഒരു വിഷയമായതിനാൽ തന്നെ ഈ ഗവർണർ എടുത്ത നിലപാടിനെതിരെ ആരും പരസ്യമായി രംഗത്ത് വരാൻ സാധ്യത കാണുന്നില്ല. പക്ഷേ രാഷ്ട്രീയമായി മറ്റ് ഈ സർവകലാശാലകളിലെ VCമാർക്കെതിരെ എടുക്കുന്ന നിലപാടുകളൊക്കെ കൂട്ടി വായിച്ച ഈ വിഷയത്തെയും അത്തരത്തിൽ വ്യാഖ്യാനിക്കുമോ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ VCയുടെ സ്ഥാനം തെറിച്ചിരിക്കുന്നു. ഇനി തൊട്ട് താഴെ ഈ വീഴ്ച വരുത്തിയ പല ആളുകളുമുണ്ട്. അവരിലേക്കും നടപടി നീളുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. രതീഷ്.